ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് കുറേ ദിവസം മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള മടി കാരണം നീണ്ടു പോയിട്ട് മറന്നുപോയി. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. ഇതെന്താണെന്നറിയാമോ, നമ്മളൊരു ദിവസം രാവിലെ എണീറ്റിട്ട് സൺറൈസ് കാണാൻ പോയേ. സൺറൈസ് കാണണമായിരുന്നു. പിന്നെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇറങ്ങണമായിരുന്നു. വെള്ളത്തിലിറങ്ങുന്ന വെച്ചാൽ നമ്മൾ ചുമ്മാ കടലിലിറങ്ങി കുളിക്കുക എന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത്. ഞങ്ങൾ രാവിലെ ഒരു 6:15 ആയപ്പോഴത്തേക്ക് നടന്നെങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് സൺറൈസ് തീരും എന്നുള്ളത് കൊണ്ട് അവിടെ നിന്നൊരു ബസ് കയറിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങിയേ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് സൺറൈസ് ആകുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഒരു ചായയൊക്കെ മേടിച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എപ്പോൾ അവിടെ ചെന്നാലും കൊക്കോ ഹട്ടിലൊരു ചായ അത് നിർബന്ധമാണ്. അവിടെ പോയി കൊക്കോ ഹട്ടിൽ ചായ മേടിച്ചിട്ട് നമ്മൾ ബീച്ചിൻ്റെ ഒരു സൈഡിൽ വന്ന് നിന്നപ്പം ഇതാ ബ്രിഡ്ജാണ്, മാലെ എയർപോർട്ടും ഹോളുമാലയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുന്നത്. നമ്മളവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ നല്ല അടിപൊളി സൺറൈസ് വന്നു. ഇതാണ് നമ്മുടെ എയർപോർട്ട്, പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്, വെല്ലന ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് നമുക്ക് മാലയിൽ നോക്കിയാൽ കാണാം. പിന്നെ ഇതൊരു മോസ്ക്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നേ. ആൾക്കാർ മാത്രമല്ല, അവിടെ കുറേ മക്കാവോയും ബേർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. അവരിങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. ഈ പ്രാവിൻ്റെയും കാക്കയുടെയൊക്കെ കൂടെ മക്കാവോയും പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇത് രണ്ട് വലിയ മക്കാവോ. ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ബീച്ചിൽ ഒരു കുറേ അധികം കിളികളെ ഇപ്പം വളർത്തുന്നുണ്ട്. മക്കാവോസ് ഉണ്ട്, പിന്നെ ഫിഞ്ചസ് പോലത്തെ കുറേ സാധനങ്ങളെ ഫ്രീ ആയിട്ട് വിട്ട് അവർ വളർത്തുന്നുണ്ട്, കുറേ ഫുഡൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ നമ്മൾ കടലിലൊക്കെ ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറിയപ്പം കുറേ കിളികൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതായിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത്. ഭയങ്കര രസമായിരുന്നു. എൻ്റെ ആ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മക്കാവോ. ഇവിടെ ഒരു 3 മക്കാവോസ് ഉണ്ട്. അതിൽ ഒരെണ്ണം നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ലതായിട്ട് പോസ് ചെയ്ത് തരും. ബാക്കി രണ്ടുപേരും കുറച്ച് ടെററായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നാണ് തിരിച്ചു പോയത്. കാരണം നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബസ്സിലൊന്നും ആരും കേട്ടത്തില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് നടന്ന് കുറച്ചധികം ദൂരമുണ്ട് നടന്നു പോകാനായിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായി നടന്ന് റൂമിൽ ചെന്നിട്ട് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് വന്ന് നമ്മൾ റൂമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു, ഫ്രൈഡേ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് പോയി. ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ലിപ്സിന് വേണ്ടി വാസലിനാണ് തേക്കുന്നത്. അധികം ആൾക്കാർ അങ്ങനെ വാസലിൻ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വാസലിനും സൺസ്ക്രീനും നമ്മൾ മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സ്കിന്നൊക്കെ നല്ലൊരു ബൗൺസി ഫീലിംഗ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പോയി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്താണ് പോർട്ടുള്ളത്. പോർട്ടിൽ കുറേ സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ അവിടെ കുറേ അധികം കണ്ടെയ്നേഴ്സ് വരുന്നു, അവർ അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടു കുറേ കണ്ടെയ്നേഴ്സ്, ആ സാധനങ്ങളൊന്നൊക്കെ അവരടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാം അവിടെ നോക്കിയാൽ കടൽ. ജനലിൽ നിന്ന് നമ്മൾ നേരെ നോക്കുന്നത് കടൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്നതും അതും ഒരു കടലിൻ്റെ ഭാഗമാണ്. അതായത് നമ്മൾ ബീച്ചിനോടും കടലിനോട് കുറേ അടുത്താണ് നമ്മളിപ്പം താമസിക്കുന്ന വീട് എന്ന് അർത്ഥം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ അപ്പുറത്ത് വീട്ടുകാരുടെ ചെടിയൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് പുതിയ കണ്ടെയ്നേഴ്സുമായിട്ട് വലിയൊരു ഷിപ്പ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മുറി ചെയ്തിരുന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നു, പെട്ടെന്ന് വെയിൽ വരുന്നു, പിന്നെ കാറ്റ് അടിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് മാറി അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ അതൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കി പറക്കാൻ കയറി. എപ്പോഴത്തെ പോലെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഡെസ്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം ഇന്നും ഞാൻ ഡെസ്ക് ക്ലീൻ ചെയ്തു. കാരണം ഭയങ്കരമായിട്ട് പൊടി അടിക്കും. നമ്മുടെ ഏരിയ ഒരു ടൂ മച്ച് ഹാപ്പനിങ് ഏരിയ ആണ്. അപ്പോൾ എങ്ങനെ പോയാലും പൊടി കയറും, ഭയങ്കരമായിട്ട് പൊടി കയറും. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന വഴിക്കാണ് ദർശിനി പണ്ട് എനിക്ക് മേടിച്ച് തന്നിട്ടുള്ള ഈ സാധനം കിട്ടുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും വഴക്കുണ്ടാക്കി മേടിക്കുന്നൊരു സാധനമാണ് ഇത്. എന്നിട്ട് ഞാൻ കുറേ നേരം ഇത് വെച്ചിട്ട് കളിച്ചു. ഇങ്ങനെ ബബിൾസ് പോകുന്ന കാണാൻ എന്താ ഒരു ഭംഗി. അതിലോട്ട് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് കണ്ട കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. എന്നെ ആർക്കെങ്കിലും കിഡ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചിട്ട് വിളിച്ചാൽ മതി എന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറയും. കൂട്ടുകാരെന്ന് വെച്ചാൽ എൻ്റെ മാലിയിലുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായേ. പക്ഷേ എന്നാലും ആകെയുള്ളൊരു ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാം ചെയ്ത് തീർക്കും. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് വേറെ പണിയൊന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ഓഫീസിൽ പോകുന്നു, ഫുഡ് ഉണ്ടാക്കുന്ന, കഴിക്കുന്നു, തിരിച്ചു വരുന്നു, പിന്നെ ചിലപ്പോഴൊക്കെ വീഡിയോ എടുക്കുന്നു, അത് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാം അടുക്കി പറക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കിൻഡർ ജോയിയുടെയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചെറിയ സാധനങ്ങളുടെയും ഒരു വലിയ കളക്ഷൻ എനിക്കുണ്ടെന്ന് തന്നെ മനസ്സിലായി. ഞാനപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇതിങ്ങനെ ചുമ്മാ നേരത്തെ ടേബിൾ വെച്ചപ്പോഴാണ് കുറേ അധികം സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഞാനതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാം എടുത്ത് വെച്ച് അതിനുശേഷം സൺസെറ്റ് കാണാനായിട്ട്, ഫ്രൈഡേ ആണല്ലോ, സൺസെറ്റ് മസ്റ്റ് ആണല്ലോ, ഞാൻ ഇറങ്ങി ചെന്ന് പോയ വഴിക്ക് തന്നെ കാണാൻ ഭയങ്കര
അടിപൊളിയായിരുന്നു സൺസെറ്റ് അന്നത്തെ ദിവസം. ഞാൻ കുറേ സമയം അവിടെ ചെന്ന് നിന്നു. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അവിടേക്ക് കയറിയിരിക്കാൻ എനിക്ക് മടിയാണ്. പിന്നെ ഞാൻ അവിടെ കുറേ സമയം നിന്ന് കുറേ ഇരുട്ടി കഴിഞ്ഞപ്പം ചുമ്മാ റോഡിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് തിരിച്ച് വന്നിട്ട് ഈ സിനിമ കണ്ടു. ഇതേതാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇത് യൂട്യൂബിൽ കുറേ സമയം കണ്ട് അതിനിടയ്ക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ കുറച്ച് സമയം മീനിനെയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങി. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രൈഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എപ്പോഴും പറയുന്നത് പോലെ മറക്കണ്ട. ബൈ.